ഞാൻ മുമ്പൊരു വീഡിയോയിൽ ആവശ്യപ്പെട്ടിരുന്നത് പോലെ ഏതായാലും നമ്മുടെ സർക്കാർ അവസാനം ഹൈക്കോടതിയിൽ ഈ നമ്മുടെ MSC എൽസാ-3 എന്ന് പറയുന്ന കപ്പൽ മുങ്ങിയതിനെ അനുബന്ധമായിട്ട് അതുമൂലമുണ്ടായ അതിൻ്റെ അനന്തരഫലമായിട്ടുണ്ടായ നഷ്ടങ്ങൾക്ക് വേണ്ടി 9531 കോടി രൂപ ആവശ്യപ്പെട്ട് ഒരു മാരിടൈം സൂട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആ ജൂറിസ്ഡിക്ഷനിൽ അങ്ങനെ ചെയ്യാം. കാരണം ഇത്രയും നഷ്ടമൊന്നും ഉണ്ടാവാതെ പോലും മഹാരാഷ്ട്ര ഗവൺമെൻറ്റിന് 1000 കോടി രൂപ കിട്ടിയതാണ് ഒരു കപ്പൽ മുങ്ങിയതിനെ സംബന്ധിച്ച്. ഇവിടെ ഉണ്ടായ നഷ്ടമെന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന നഷ്ടമൊന്നുമല്ല. കാരണം ഈ കപ്പൽ അടിയിലേക്ക് അങ്ങ് മുങ്ങിപ്പോയി. അത് പൊക്കിയെടുക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യവുമല്ല. ഇനി അതിൽ നിന്ന് ഓയിൽ, അതായത് അതിൻ്റെ എണ്ണ ചോർന്നത് ഏതാണ്ട് 1 നോട്ടിക്കൽ മൈൽ പ്രദേശം എണ്ണ വ്യാപിച്ചു. അത് മാറ്റി എന്നാണ് ഇപ്പോൾ ആ കമ്പനി അവകാശപ്പെടുന്നത്. നമുക്കറിയില്ല ശരിയാണോ എന്ന്. ഈ MSC ഷിപ്പിംഗ് കമ്പനി എന്ന് പറയുന്ന, അതായത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്നാണ് MSC, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി. ഈ കമ്പനി എന്ന് പറയുന്നത് ലോകത്തെ ഏതാണ്ട് ഏറ്റവും വലിയ കപ്പൽ കമ്പനിയായിട്ട് പരിഗണിക്കപ്പെടുന്ന ഒരെണ്ണമാണ് കേട്ടോ. അതിലും വലുത് വേറെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഇത് വളരെ വലിയൊരു കമ്പനിയാണ്, വളരെ പ്രശസ്തമായ ഒരു കമ്പനിയുമാണ്. അവർക്ക് ഒരുപാട് ബിസിനസ്സും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അവരുടെ ധാരാളം കപ്പലുകൾ അവർ ചാർട്ടർ ചെയ്ത ഒരുപാട് ഷിപ്പുകളുണ്ട് അവർക്ക് കേട്ടോ. ആ ഷിപ്പുകളൊക്കെ നമുക്ക് വിഴിഞ്ഞത്തൊക്കെ വന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഏതായാലും നമുക്ക് ഈ നഷ്ടം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ 9531 കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു മാരിടൈം സൂട്ട് ഫയൽ ചെയ്തു. ആ സൂട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അതായത് എപ്പോഴും ഒരു അറസ്റ്റ് ഓർഡർ, ഒരു കപ്പലിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ഉത്തരവ് വാങ്ങിക്കാം. ഈ കമ്പനിയുടെ തന്നെ വേറെ ഏതെങ്കിലും ഷിപ്പ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യപ്പെടാം, ഒരു അറസ്റ്റ് ആവശ്യപ്പെടാം. അതായത് അത് തീരം വിടുന്നതിന്, അതായത് നമ്മുടെ ഇന്ത്യൻ തീരം അതല്ലെങ്കിൽ നമ്മുടെ കേരള തീരം വിടുന്നതിന് മുമ്പ് അതിനെ അവിടെ അറസ്റ്റ് ചെയ്യണം. അപ്പം വിഴിഞ്ഞം വലിയ പോർട്ടാണ്. വിഴിഞ്ഞത്ത് ഈ MSC ഷിപ്പിംഗ് കമ്പനിയുടെ ധാരാളം കപ്പലുകൾ വന്നു പോകും. കാരണം അവർക്ക് അതുപോലെ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് അതുപോലുള്ളവരാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ MSCയുടെ ഒരു അക്കിറ്റാറ്റ 2 എന്ന് പറയുന്ന ഒരു ഷിപ്പ്, MSC അക്കിറ്റാറ്റ 2 എന്ന് പറയുന്ന ഷിപ്പ് വിഴിഞ്ഞത്ത് വന്നു. അപ്പോൾ അത് വിടരുത്, അതിനെ അറസ്റ്റ് ചെയ്യണം എന്ന് ഒരാവശ്യം ഈ സൂട്ടിനകത്ത് ഉന്നയിച്ചു. സ്വാഭാവികമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ കോടതി അതിന് അന്നേരം ഉത്തരവ് കൊടുത്തു, അറസ്റ്റ് ചെയ്യാനായിട്ട് ഉത്തരവിട്ട് അതിനെ അറസ്റ്റ് ചെയ്തു. കാരണം അതിന് തീരം വിടാൻ മാർഗമില്ല. ഇനി അതിന് തീരം വിട്ടു പോകാൻ ഒക്കത്തില്ല. കോടതിയുടെ അനുവാദമില്ലാതെ തീരം വിട്ടു പോകാൻ പറ്റത്തില്ല. ഈ അറസ്റ്റ് ഓർഡർ കിടക്കുന്നിടത്തോളം കാലം അതിന് പോകാൻ പറ്റുകയില്ല. അങ്ങനെ പോകാൻ പറ്റാതായാലും അവർക്ക് പ്രശ്നമുണ്ട്. ഇവർ തീർക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ? അതായത് ഇതിനകത്ത് ഒരുപാട് കണ്ടെയ്നേഴ്സ് വരും. ഈ ഷിപ്പിൽ വരുമ്പോൾ അത് ഓരോരുത്തരും ഓരോ ആവശ്യത്തിന് അയച്ചേക്കുന്ന സാധനമാണ്. അവർക്കത് സമയത്ത് ഇന്നടത്ത് കൊണ്ട് എത്തിച്ചില്ലെന്നുണ്ടെങ്കിൽ വലിയ നഷ്ടപരിഹാരം ഈ കമ്പനി അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുന്നുണ്ടേ അതായത് 100 കണക്കിന് കണ്ടെയ്നേഴ്സ് ഉള്ളതാണ്. അതിന് അവർക്ക് ഒരുപാട് വലിയ നഷ്ടങ്ങൾ വരും. അതുകൊണ്ട് സാധാരണഗതിയിൽ അവരിത് തീർക്കുക പതിവ്. പക്ഷേ ഇവിടെ ചോദിച്ച തുകയെന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ് കേട്ടോ. അതായത് എന്ന് വെച്ചാൽ കൂടുതലെന്ന് പറഞ്ഞാൽ അത്രയും വേണമായിരുന്നു എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പാരിസ്ഥിതിക പ്രശ്നം, അതായത് പരിസ്ഥിതിക്കുണ്ടായ നാശത്തിന് 8626.12 കോടി രൂപ ചോദിച്ചിട്ടുണ്ട്, പരിസ്ഥിതിയുടെ മാത്രം. പിന്നെ ആ പരിസ്ഥിതിയുടെ ആ സന്തുലനം, അതായത് അത് നിലനിർത്തുന്നതിനായിട്ട് 378.48 കോടി രൂപ ചോദിച്ചിട്ടുണ്ട്. പിന്നെ മത്സ്യ തൊഴിലാളികൾക്കും മത്സ്യബന്ധന മേഖലയ്ക്കും ഇതുമൂലം ഉണ്ടായ വൻ നഷ്ടം ഉണ്ടായി. അത് ശരിയാണ്. അത് കുറെ കൂടെ കൂടുതൽ തുക ചോദിക്കാമായിരുന്നു അതിനകത്ത്. അതിന് ചോദിച്ചേക്കുന്നത് 526.51 കോടി രൂപയെ ചോദിച്ചുള്ളൂ. ഇപ്പോൾ ഇത്രയും ചോദിച്ചാലാണ് മൊത്തം 9531 കോടി രൂപ വരുന്നത്. അപ്പോൾ ഈ തുക ഒരു വലിയ തുകയാണ്, ഇത്രയും കോടി എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഷിപ്പിംഗ് കമ്പനി പറയുന്നത് ഞങ്ങൾക്ക് ഇത് താങ്ങാൻ പറ്റുന്ന ഒരു തുകയല്ല, എമൗണ്ട് അല്ല എന്ന് പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞ അല്പം ഒന്ന് കുറച്ച് ചോദിച്ചിരുന്നെങ്കിൽ അവരങ്ങ് സ്റ്റൂപ്പ് ചെയ്തേനെ, നിന്നേനെ, കാര്യം തീർന്നേനെ, ഈ കേസുമായിട്ട് ഒരുപാട് നാൾ മുമ്പോട്ട് പോകണ്ട. ഇപ്പോൾ അതിന് ഷിപ്പിംഗ് കമ്പനി
പറയുന്ന മറുപടി, അതായത് MSC മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി പറയുന്ന അവരുടെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയാം? 2-3 ആർഗ്യുമെൻ്റ് എടുക്കുന്നുണ്ട്. ഒന്നാമത് എടുത്തേക്കുന്നത്, അത് നിൽക്കുന്ന കാര്യമല്ല ഇതൊന്നും, ഈ ആർഗ്യുമെൻ്റ് ഒന്നും നിൽക്കുന്നതല്ല കേട്ടോ. എന്നാലും ഞാൻ പറയാം അവർ പറയുന്ന അവരുടെ ന്യായവാദങ്ങൾ. അതായത് ഇത് 13 നോട്ടിക്കൽ മൈൽ അകലെ, അതായത് നമ്മുടെ തോട്ടപ്പള്ളി സ്പിൽവേയില്ലേ അവിടുന്ന് 13 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഇത് വന്നേക്കുന്നത് ഈ അപകടം, അതായത് കപ്പൽ മുങ്ങിയത്. അങ്ങനെ മുങ്ങിയതുകൊണ്ട് 12 നോട്ടിക്കൽ മൈൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ മാരിടൈം ലോ അനുസരിച്ച് നമ്മുടെ അധികാര പരിധി. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്തർദേശീയ കപ്പൽ ചാനലിൻ്റെ ഭാഗമായിട്ട് മാറുന്നതാണ് എന്നൊക്കെയുള്ള ന്യായം. അതെല്ലാം വെറുതെയാണ് കേട്ടോ, അതൊന്നും നിൽക്കുന്ന കാര്യമല്ല. ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത ഒരു കേസുണ്ട്. എൻറിക്ക ലെക്സി എന്ന് പറയുന്ന ഇറ്റാലിയൻ കപ്പൽ അറിയാമല്ലോ, 2 മത്സ്യത്തൊഴിലാളികളെ വന്ന് വെടിവെച്ച് വന്നിട്ട് പോയത്. കോടിക്കണക്കിന് രൂപ അവർക്ക് കൊടുത്ത്, പക്ഷേ പറഞ്ഞുകൊണ്ട് കാര്യമില്ല, എന്തായാലും കേസുണ്ടായി. അതിനകത്ത് ഈ തർക്കമൊക്കെ എടുത്തതാണ്, സുപ്രീം കോടതി വരെ പോയതാ. അതാണെങ്കിൽ ഏതാണ്ട് 60 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചായിരുന്നു. എന്നിട്ട് പോലും അതിന് ജൂറിസ്ഡിക്ഷൻ ഉണ്ടെന്ന് കണ്ടു കോടതി. അതുകൊണ്ട് ഇത് ഈ പറയുന്ന ന്യായത്തിന് യാതൊരു കാര്യമില്ല. 12 നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് ഒന്നുമില്ല. ഈ 12 നോട്ടിക്കൽ മൈൽസ് കഴിഞ്ഞാൽ അടുത്ത 12 നോട്ടിക്കൽ മൈൽസ് എന്ന് പറയുന്നത് ഉണ്ടല്ലോ, അതൊരു കോമൺ സോണാണ്. അവിടെയും നമുക്ക് അധികാരം തന്നെ ഉണ്ട്. ഈവൻ നമ്മുടെ കോസ്റ്റൽ പോലീസിന് പോലും അവിടെ കേസെടുക്കാം. അപ്പോൾ ആ പറയുന്നത് ഒരു ന്യായവും നിൽക്കുന്നതല്ല. ഇനി അടുത്ത ന്യായം അവർ പറഞ്ഞത്, അവരുടെ ഡിഫൻസ്, ഈ കപ്പലിൻ്റെ ഉടമസ്ഥരി ഞങ്ങളല്ല, അത് നമ്മളറിയേണ്ട വിഷയമല്ല. ഈ കപ്പലിൻ്റെ ഉടമസ്ഥരെന്ന് പറയുന്ന അവർ പറയുന്നത് ഇത് ലൈബീരിയയിൽ രജിസ്റ്റർ ചെയ്ത ഒരു കപ്പലാണ്. എൽസ മാരിടൈം കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു എൽസ മാരിടൈം കമ്പനി, അവരാണ് ഇതിൻ്റെ ഓണേഴ്സ്, അവരാണ് ഈ കപ്പൽ രജിസ്റ്റർ ചെയ്തേക്കുന്നത് എന്നൊരു വാദം. ആയിക്കോട്ടെ, പക്ഷേ ഈ MSCക്ക് അങ്ങനെ വന്നു ഇതിനകത്ത്. അപ്പോൾ പിന്നെ അത് ആ കപ്പൽ പനാമയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള MCM എന്ന് പറയുന്ന ഒരു കമ്പനി, അതായത് മൾട്ടി കണ്ടെയ്നർ മാനേജ്മെൻറ്റ് MCM എന്ന് പറയുന്ന ഒരു കമ്പനി, അവർ അത് കൈവശപ്പെടുത്തിയിട്ട് എന്ന് വെച്ചാൽ അവിടുന്ന് ആ ഓണേഴ്സിൻ്റെ നിന്ന് അവരെടുത്തിട്ട് ഇവർക്ക് വാടകയ്ക്ക് കൊടുത്തതാണ്. അത് MSC ഷിപ്പിംഗ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് വാടകയ്ക്ക് കൊടുത്തതാണെന്ന്. അതൊക്കെ നമ്മൾ അറിയേണ്ട കാര്യമില്ല ഇതൊന്നും. ഇതൊക്കെ അവർ തമ്മിലുള്ള പ്രശ്നം. അപ്പോൾ അതിൻ്റെ പറഞ്ഞേക്കുന്ന ടെക്നിക്കൽ മാനേജ്മെൻറ്റ്, അതായത് കപ്പലിൻ്റെ സാങ്കേതിക വശങ്ങളൊക്കെ നോക്കേണ്ടതെന്ന് പറയുന്നത് ഈ പറയുന്ന പനാമയിലെ രജിസ്റ്റർ ചെയ്ത MCM മൾട്ടി കണ്ടെയ്നർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കമ്പനിയെ നോക്കേണ്ടത് ഞങ്ങളല്ല. കപ്പൽ എന്തായാലും മുങ്ങിയല്ലോ, മുങ്ങി. ബാക്കി മുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നോക്കേണ്ടിയിരുന്നത് മറ്റേ കമ്പനിയാണെന്ന് പറയുന്ന ആ കമ്പനിയുടെ കാര്യമാണ്, നമ്മൾ അറിയേണ്ട കാര്യമുള്ളതല്ലത്. അപ്പോൾ ഈ പറയുന്ന യാതൊരു ന്യായവും നിലനിൽക്കത്തില്ല. അവർക്ക് MSC ഷിപ്പിംഗ് കമ്പനിക്ക് നഷ്ടം ഇങ്ങനെ ഉണ്ടായി, സാങ്കേതിക തകരാറാണ് കപ്പലിൻ്റെത് എന്ന് അവർ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് MCM, അതായത് മൾട്ടി കണ്ടെയ്നർ മാനേജ്മെൻറ്റ് പനാമ, അവരുടെ കയ്യിൽ നിന്ന് നഷ്ടം MSCക്ക് ഈടാക്കാം. അതിന് നമ്മൾ പോകേണ്ട കാര്യമില്ല. നമ്മളുമായിട്ട് അവർക്ക് ഈ പനാമയിലെ കമ്പനിക്ക് ഒരു കോൺട്രാക്റ്റും ഇല്ല നമ്മളുമായിട്ട്. നമ്മുടെ കടലിൽ കൊണ്ടുവന്ന് മുക്കിയേക്കുന്നത് ഇവർ കൊണ്ടുവന്നതാണ്. അപ്പോൾ പിന്നെ ഇവർക്കാണ് ഇതിൻ്റെ ബാധ്യത. അതുകൊണ്ട് ഈ പറയുന്ന കാര്യത്തിലൊന്നും യാതൊരു പ്രസക്തിയുള്ള കാര്യങ്ങളല്ല. പിന്നെ അത് മാത്രമല്ല, കോടതി ഇപ്പോൾ അവസാനം പറഞ്ഞിട്ട് നിങ്ങൾക്ക് എത്ര രൂപ കെട്ടിവെക്കാം എന്ന് ചോദിച്ചിട്ടുണ്ട്. അവർ ചെറിയ തുകയാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിന് കേരള ഗവൺമെൻറ് സ്റ്റൂപ്പ് ചെയ്യരുത്, കുനിഞ്ഞു കൊടുക്കരുത് എൻ്റെ മുമ്പിൽ. എൻ്റെ ആവശ്യമില്ല. ഈ 9,531 കോടി വേണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് നമുക്ക് വലിയ നഷ്ടം വരാത്ത വിധത്തിൽ നമുക്ക് മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ അവർക്ക് ഒരു സഹായം കൊടുക്കാൻ വേണ്ടിയുള്ള രീതിയിലുള്ള ഒരു വലിയ കോമ്പൻസേഷൻ തന്നെ, നഷ്ടപരിഹാരം തന്നെ ഇതിന് കിട്ടണം. ഡാമേജസ് ആയിട്ട് കിട്ടണം. ഈ ഡാമേജസും തമ്മിൽ വ്യത്യാസമുണ്ട്. ഡാമേജ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഉണ്ടാവും, ഒരു തകരാറ്, നഷ്ടം, ഇതൊക്കെ ഡാമേജാണ്, തകരാറ്. ഡാമേജസ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? നഷ്ടപരിഹാരത്തിനാണ് ഡാമേജസ് എന്ന് പറയുന്നത്. ഈ ഡാമേജസ് ഈടാക്കിയെടുക്കാം. ഇപ്പം തന്നെ ഒന്നും ഉണ്ടായിട്ടില്ല, ആർക്കും നഷ്ടമില്ലെന്നൊക്കെ ഈ ഷിപ്പിംഗ് കമ്പനി അവകാശപ്പെടുന്നല്ലോ. കള്ളത്തരമാണ്. ഇവരും ഇതിൻ്റെ അപ്പുറവും പറയുന്നവന്മാർ. ഇത് സംഭവം എന്താ അറിയാം? എത്ര മത്സ്യത്തൊഴിലാളികൾ, എത്ര വലയാണ് അവരുടെ കീറിപ്പോയിക്കുന്നത്. ഈ കണ്ടെയ്നറുകൾ അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട് വെള്ളത്തിനകത്തൊക്കെ. അപ്പോൾ ഈ വല അതിൽ ചെന്ന് കുരുങ്ങിയിട്ട് അത് മുഴുവൻ കീറിപ്പോവുകയാണ്. പിന്നെ ഈ പ്ലാസ്റ്റിക് പെല്ലറ്റ്സ് ഒക്കെ ഒന്ന് വെച്ചാൽ മുഴുവൻ നമ്മുടെ തീരെ മുഴുവൻ അടിക്കും.
ഇതൊക്കെ നമ്മുടെ മത്സ്യസമ്പത്തിന് ഒരുപാട് ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനിയും കണ്ടെയ്നറുകൾ ഇതിനകത്ത് കിടപ്പുണ്ട്, അതായത് വളരെ ടോക്സിക് മെറ്റീരിയൽസ് ഉള്ള കണ്ടെയ്നേഴ്സൊക്കെ വെള്ളത്തിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇവർ പറയുന്ന ന്യായമൊന്നുമില്ല, ഇവരെല്ലാം ക്ലിയർ ചെയ്ത് തരട്ടെ, എന്നിട്ട് പറയട്ടെ ഞങ്ങൾ ഇത്ര ഇന്നതുപോലൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഞാൻ കപ്പലും എടുത്തുകൊണ്ട് പോകണം, ഇനി ഇവിടെ യാതൊരു നഷ്ടം ഉണ്ടാകും, എല്ലാ കണ്ടെയ്നേഴ്സും പിടിച്ചുകൊണ്ട് പോകണം. പിന്നെ ഇത് നമുക്ക് ഇതിനൊക്കെ ഈ സാൽവേജിനൊക്കെ എത്ര രൂപ ചിലവായിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. നമ്മുടെ കോസ്റ്റൽ പോലീസിനും നമ്മുടെ കേരള സർക്കാരിനും ഒക്കെ എന്തുമാത്രം രൂപ ഇതിന് ചിലവായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ നഷ്ടപരിഹാരം എന്നൊക്കെ പറയുന്നത് വളരെ അന്യായമായ തുകയൊന്നുമല്ല ചോദിച്ചേക്കുന്നത്. വേണമെങ്കിൽ കുറച്ചൊക്കെ കൊടുത്ത് ഇത് സെറ്റിൽ ചെയ്യാവുന്നതാണ്. അതിനെക്കുറിച്ച് സർക്കാർ ആലോചിക്കണം.